പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിമിഷം പിന്നെയും വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊപ്പം നമുക്ക് അല്പസമയം കൂടി സമയം ചിലവഴിപ്പാൻ, പ്രാർത്ഥനയിലായിരിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് സാവകാശം തന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ NK കൊച്ചുമോൻ, ഗന്നസിലെ ദൈവസഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താദാസനാണ് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സമയകാലം കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലായിരിക്കുന്നത് നമുക്ക് ഏറെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ കർത്താവിന്റെ ദാസനെ ഈ സമയകാലം തന്റെ ബാല്യകാല സ്മരണകളും തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളും, എങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് വന്നു, എങ്ങനെ ഈ സുവിശേഷ ദൗത്യത്തിലേക്ക് ഇത്ര വലിയൊരു പദവിയിലേക്ക് ദൈവം കൊണ്ട് എത്തിച്ചു, അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയി കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെയും ഇത് കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. കർത്തദാസന്റെ സാക്ഷ്യം ഈ സമയക്കാലം കർത്താവിന്റെ ദാസനെ തുടരാം. തന്നെ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വളരെ വിനയത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വചനദീപ്തി പ്രോഗ്രാമിൽ, അതിൻ്റെ സാക്ഷി കൂടാരം എന്നുള്ള ഈ പ്രത്യേക പ്രോഗ്രാമിൽ എൻ്റെയും സാക്ഷ്യം പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ ബീന തോമസ്, എൻ്റെ സഹോദരൻ്റെ ഭാര്യ കൂടിയാണ്. പ്രിയപ്പെട്ടവൾ കണ്ടക്ട് ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി എനിക്കുമായിരിക്കുവാൻ ഇങ്ങനെ ഒരു സാവകാശം സർവശക്തൻ നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ എൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലവും പൗത്രമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ കീർത്തനത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 66-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞ ഒരു വാക്യമുണ്ട്: സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവത്തിന് സ്തോത്രം. അതെ, ദാവീദ് പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ നിങ്ങൾ വന്ന് കേൾക്കണം. എന്താണ് എനിക്ക് പറവാനുള്ളത്? എൻ്റെ ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ എനിക്കും ഇന്ന് ഈ സായസന്ധ്യയിൽ നിങ്ങളോട് പറയുവാനുള്ളത് അത് മാത്രമാണ്. കർത്താവ് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത ആ കാര്യങ്ങളെ വിവരിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ സമയപരിമിതിക്കുള്ളിൽ ഞാൻ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ പരിശ്രമിക്കാം. ദീർഘമായ ജീവിത അനുഭവങ്ങൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഒക്കെ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എൻ്റെ സാക്ഷ്യം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് മറ്റു ചില സാക്ഷികളെ കൂടെ ഉളവാക്കുവാൻ, ചിലരെ ദൈവം ബലപ്പെടുത്തുവാൻ, ചിലരെ ദൈവം സൗഖ്യമാക്കുവാൻ, ചിലർക്ക് ദൈവം പുതിയ കൃപകൾ നൽകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കോട്ടയം ജില്ലയിൽ പഞ്ചിക്കാട് പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. 1964 ഒക്ടോബർ മാസം 22-ാം തീയതി നെടുമ്പറമ്പിൽ കുറിയാക്കോസിന്റെയും ഏലിയാമ്മയുടെയും മകനായി ജനിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എൻ്റെ മാതാപിതാക്കളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ജ്ഞാനായ യാക്കോബായ പശ്ചാത്തലമായിരുന്നു. എങ്കിലും എൻ്റെ വല്യപ്പച്ചൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് വളരെ ഭക്തി നിർഭരമായ ഒരു കുടുംബത്തിലാണ് ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത്. ഞങ്ങളുടെ പിതാക്കന്മാർ 3 പേരാണുള്ളത്. അതിൽ രണ്ടാമനാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ പിതാവിൻ്റെ അനിയൻ, അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ വിശ്രമിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ പിതാമഹൻ, എൻ്റെ വല്യപ്പച്ചൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് ഈ 3 കുടുംബങ്ങളിലും അല്ല തൻ്റെ 3 മക്കളും മദ്യപിക്കുകയോ ജോലിക്കുകയോ അങ്ങനെയുള്ള യാതൊരു അവരുടെ മക്കളൊക്കെ
അങ്ങനെയുള്ള യാതൊരു ദുർശീലങ്ങളും ഇല്ലാത്ത ഒരു ഭവന അന്തരീക്ഷമാണ് ഇന്നും ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന സർവശക്തനായ ദൈവം അങ്ങനെ തന്നെ ഞങ്ങളെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ 2 കാലുകളും പോളിയോ ബാധിച്ച് തളരുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, പോളിയോ വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് ഫലവത്താകുന്നത് വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പോളിയോ വരാതിരിക്കുവാനായിട്ട് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2.5 വയസ്സ് വരെയും ഓടി നടന്ന ഞാൻ പെട്ടെന്നൊരു ദിവസം അത് ഓടുവാൻ കഴിയാതെ 2 കാലുകളും തളർന്നുപോയി നീന്തി നടക്കുന്ന ഒരനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുകയുണ്ടായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തു യേശുവിലൂടെ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, കർത്താവ് അന്നേ എന്നെ കണ്ടിരുന്നത് കൊണ്ട്, ഞാൻ നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ സാക്ഷിയായി ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി കണ്ടതുകൊണ്ട് കർത്താവിന്റെ കാലുകളെ അത്ഭുതകരമായ നിലയിൽ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി. എനിക്കൊന്ന് പറയാൻ പറ്റും, അന്നത്തെ എനിക്ക് ലഭിച്ച ചികിത്സാവിധികളൊന്നുമല്ല എന്നെ സൗഖ്യമാക്കിയത്. കാരണം അന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകൾ മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിന് പോകുവാനുള്ള സാമ്പത്തികമായൊരു ഭദ്രത എൻ്റെ മാതാപിതാക്കൾക്ക് അന്നില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അതേ പ്രായവും ഞങ്ങൾ ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിച്ചതുമായ ചിങ്ങവനത്തുള്ള ഒറ്റത്തൈക്കൽ എന്ന കുടുംബത്തിലെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, എൻ്റെയും അദ്ദേഹത്തിന്റെ പേര് ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. എനിക്ക് ഈ പോളിയോ വന്ന അതേ സമയത്താണ് ആ പ്രിയപ്പെട്ടവനും പോളിയോ വരുവാനായിട്ട് ഇടയായത്. എന്നെ വെല്ലൂർ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ ഇന്നും താൻ ഒരു തളർവാദ രോഗിയായി തന്നെയാണ് താൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ആ ചികിത്സ കൊണ്ടല്ല എനിക്ക് സൗഖ്യം ലഭിച്ചത്. എനിക്ക് 25 വർഷം വയസ്സുള്ളപ്പോൾ ഒരു ദൈവദാസനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാര്യം എന്നെ ഓർപ്പിക്കുകയുണ്ടായി. 22.5 വർഷങ്ങൾക്ക് മുമ്പ് ശത്രു നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ച സ്ഥാനത്ത് പിടിവിച്ചത് എൻ്റെ കരമാണ് എന്ന് വളരെ വ്യക്തമായി എന്നെ പരിചയമില്ലാത്ത ഒരു ദൈവദാസനിലൂടെ കേട്ടപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഒന്നുകൂടെ ഉറപ്പ് ലഭിക്കുവാനിടയായി. ഞാൻ എൻ്റെ ശൈശവം മുതൽ ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ ഭക്തി നിർഭരമായ ഒരു അനുഭവത്തിലാണ് ഞാൻ വളർത്തപ്പെടുവാനായിട്ടിടയായത്. എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂളിൽ പോവുകയും, അപ്പോൾ ആ നിലകളിൽ തന്നെ എന്നെ വളർത്തിക്കൊണ്ട് വരുവാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ദൈവം കൃപ നൽകി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പൊതുപ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങുവാനുള്ള ഒരു അവസരവും ദൈവം എനിക്ക് നൽകി. അഖില കേരള ബാലൻ സഖ്യത്തിന്റെ ഒരു ശാഖ ഞങ്ങളുടെ അടുത്ത് കുഴിമറ്റത്ത് ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് 12 വയസ്സുള്ളപ്പോൾ തന്നെ പൊതുപ്രവർത്തനത്തിൽ ആകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ തുടർന്ന് ഒരു ക്ലബിന്റെ കീഴിലായിരുന്നു, സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരുള്ള ഒരു ക്ലബിന്റെ കീഴിലാണ് ഈ സന്തോഷ് ബാലൻ സഖ്യവും നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ യൗവനത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ ബാലൻ സഖ്യത്തിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും ക്ലബിന്റെ ഭാരവാഹിത്വത്തിലേക്ക് ഞാൻ മാറുകയുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റായി അന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ചാലിവേലിൽ CP കുര്യൻ എന്ന് പറയും അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ആ ദിനങ്ങളിൽ ആരംഭിച്ച ഒരു ഉണർത്തപ്പെട്ട കൂട്ടായ്മയുണ്ടായിരുന്നു. അതിന്റെ പേര് ഗനസരത്ത് ഗോസ്പൽ ടീം എന്നായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ താൻ ആകർഷനാകുകയും തൻ്റെ കുടുംബവും ആ കൂട്ടായ്മയിൽ പതിവായി കടന്നു പോകുന്ന ഒരു പതിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. അത് തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ആ അത്ഭുതത്തോടുള്ള ബന്ധത്തിലാണ് താനും തൻ്റെ കുടുംബവും ആ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെടുവാനിടയായത്. താൻ ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നുവെങ്കിലും കർത്താവ് തന്നെ സ്നേഹിച്ചു. തനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. അതൊന്നും ഞാനിപ്പോൾ വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പിന്നിൽ താൻ കർത്താവായ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച ഒരു ദൈവവിതലായി കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിൽക്കുവാനിടയായി. അപ്പോൾ താൻ ഈ കൂട്ടായ്മ അനുഭവത്തിൽ പോയ നാൾ മുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. ഞാനും അദ്ദേഹവുമായി നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. എങ്കിലും തൻ്റെ ജ്യേഷ്ഠന്റെ മക്കളെ എൻ്റെ കൂട്ടുകാരാകിയാൽ ആ ഭവനവുമായി എനിക്ക് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. തൻ്റെ ജ്യേഷ്ഠന്റെ മക്കൾ തന്നെ അപ്പാപ്പ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഞാനും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു മൃദുവാത്സല്യം ഞങ്ങളിൽ പലപ്പോഴും കാണിക്കുവാൻ ആ പ്രിയപ്പെട്ടവനും ദൈവം ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഞങ്ങളെ നിർബന്ധിക്കുവാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ പോയാലൊക്കെയല്ല, യേശുവിനെ നിങ്ങൾ അറിയണം,
കൂട്ടായ്മയ്ക്ക് വരണം എന്നൊക്കെ പറയുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും മനഃപൂർവ്വമായി ഒന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു താല്പര്യം ഉള്ളിൽ ജനിക്കുവാനിടയായി. അത് മറ്റൊന്നുമല്ല, തനിക്ക് ഈ ഞങ്ങളെ കണ്ടാൽ ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമേ തനിക്ക് സംസാരിക്കുവാനായിട്ടുള്ളൂ. മാത്രമല്ല, അങ്ങനെ ഞങ്ങളുമായി തീർന്നതെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും കൂടെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ കാണുമ്പോൾ എങ്ങനെയും ഇദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാതെ ഒഴിയുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ദേശത്ത് അന്ന് ബൈക്ക് ഉള്ളത് ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ അന്ന് ബൈക്ക് ഉള്ളൂ. ഞാൻ ഈ പറയുന്നത് 85, 84 കാലഘട്ടത്തിലെ സംഭവങ്ങളാണ്. ഇന്നേക്കൊരു 40 വർഷത്തോളം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൂടെ തൻ്റെ കൂടെ കൂട്ടുകയും അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പതിവ് ആ കാലത്തുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു ബൈക്കിന്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു വലിയ പദവി പോലെയായിരുന്നു അന്നൊരു ബൈക്കിന്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്നത് പോലും. അതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നാളെ നിനക്ക് എന്താണ് പ്രോഗ്രാം? ഞാൻ നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം ദൂരസ്ഥലത്ത് എവിടെയോ, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി കാരിച്ചാലിലാണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ നിന്നും ചില ദൂരെയുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ അങ്ങോട്ട് വല്ലതും പോവായിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രോഗ്രാം ഒന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് വന്നേക്കാം എന്ന് തന്നോട് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നീ നാളെ 10 മണിയാകുമ്പോൾ വരണം എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരുങ്ങി നിൽക്കും, നീ വരണം എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാനും വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ കൂടെ ബൈക്കിൽ ഒരു ട്രിപ്പ് ലഭിക്കുമല്ലോ എന്നൊരു ചിന്തയിൽ കൃത്യം ഒരു 9:15 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെല്ലുവാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വൈഫും അതുപോലെ കുഞ്ഞുങ്ങളെ കൊച്ചുകുട്ടി അതാണ് 2 പേരുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കും. അപ്പം ഞാൻ ഓർത്ത്, ഇതെന്താ ഇവരും ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം ബൈക്കിൽ 2 പേർക്കുള്ള യാത്ര പറ്റുകയില്ലല്ലോ, അവർക്ക് കാറുമില്ല. അപ്പൊ പിന്നെ ഇവരെന്തിനാ ഒരുങ്ങിയിരിക്കുന്നത് എന്നൊരു ചിന്ത എനിക്കുണ്ടായി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇവരൊരു കൂട്ടായ്മയ്ക്ക് പോവുകയാണ്. ആ കൂട്ടായ്മയ്ക്ക് എന്നെയും കൂടെ കൊണ്ടുപോകുവാനായിട്ടാണ് അദ്ദേഹം എന്നോട് വരുവാനായിട്ട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞ അദ്ദേഹത്തോട് എനിക്ക് വലിയ കോപമുണ്ടായി എങ്കിലും അത് പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല. കാര്യം പ്രതിതുല്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് ശീമോൻ ചുമന്നതുപോലെ മനസ്സില്ലാ മനസ്സോടെ, അത് അദ്ദേഹത്തെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അന്ന് ഞാൻ ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാനായിട്ടായി. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് ശീമോൻ ഒരു കോള് കയറി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ശീമോൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഇടയാളികൾ അവനെ നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ മനസ്സില്ലാ മനസ്സോടെ അന്ന് കൂട്ടായ്മയ്ക്ക് പോകുവാനായിട്ട് ഇടയായി. 86 ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള തന്നെയുള്ള ഒരു ഭവനത്തിലാണ് ആ കൂട്ടായ്മ നടക്കുന്നത്. ഞാനും അദ്ദേഹത്തോടു കൂടി ആ കൂട്ടായ്മയിൽ പോയി. സഖായി കാട്ടത്തിയിൽ കയറിയിരുന്നത് പോലെ, സഖായി ഇരിക്കുമ്പോൾ സഖായിയുടെ ചിന്ത, എനിക്ക് യേശുവിനെ കാണണം, പക്ഷെങ്കിൽ എന്നെ ആരും കാണരുത് എന്നുള്ള ചിന്തയായിരുന്നു. ഇതുപോലെ ഞാനും ആ വീടിന്റെ കതകിന്റെ ഒരു മറവിൽ ഇങ്ങനെ ഇരുന്ന് എൻ്റെ ശരീരം അവിടെ ഉണ്ടെങ്കിലും മനസ്സ് മറ്റ് പല ഇടങ്ങളിലായിരുന്നു എങ്കിലും ഞാൻ ആ കൂട്ടായ്മയിൽ ആ നിലയിൽ പങ്കെടുക്കുവാനിടയായി. പാട്ടുപാടി ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ വന്നത് വിശ്വാണിയിൽ ചില വർഷങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച ജോർജ് ഫിലിപ്പ് സാറിന്റെ പിതാവാണ് അന്ന് ദൈവവചനം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാനിടയായത്. അദ്ദേഹം അന്ന് വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ തുടങ്ങി. നമുക്കറിയാം, പൗലോസ് ഫിലിപ്പിയിൽ ചെന്ന് പുഴവക്കത്തിരുന്ന സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ പൗലോസ് പറഞ്ഞ ആ വചനം കേൾക്കുവാൻ ലുദിയ എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തെ പ്രാപിപ്പാൻ എന്റെയും ഹൃദയത്തെ തുറക്കുവാനായിട്ട് ഇടയായി. എനിക്ക് എന്നോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായി എനിക്ക് തോന്നുകയുണ്ട്. ഞാൻ തിരികെ വന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാ, നമ്മളൊക്കെ ഈ സിനിമയൊക്കെ കാണാൻ പോകില്ല, അന്നൊക്കെ ഞങ്ങൾ വലിയ സിനിമാ ഭ്രാന്തന്മാരാണ്, ഏത് സിനിമ ഇറങ്ങിയാലും പോയി കാണും. അപ്പൊ അതിന് എന്ത് ത്യാഗവും ഞങ്ങൾ ആ കാലങ്ങളിൽ സഹിക്കുമായി. അന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ കാണുക എന്നുള്ളത്.
അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ 2.5 മണിക്കൂർ സിനിമ കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എന്തോ ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. തുടർന്ന് ഈ കൂട്ടായ്മയിൽ പതിവായി പങ്കെടുക്കുവാനുള്ള ഒരു അവസരം, ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ ജനിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ പതിവായി കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, അന്ന് ഞാൻ ജനിച്ചത് പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് നെല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആദ്യം ഞാൻ ജനിച്ച പരുത്തുംപാറ എന്ന ആ സ്ഥലത്ത് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു ഭവനം, സുമതി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ഭവനമാണ്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒത്തിരി തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ച് കർത്താവിനെ അറിഞ്ഞ ഒരു സഹോദരിയുടെ ഭവനത്തിലായിരുന്നു അന്ന് ആ കൂട്ടായ്മ വെച്ചിരുന്നത്. അന്ന് പന്നിമറ്റം CSI പള്ളിയിലെ അന്നത്തെ ഉപദേശിയായിരുന്ന കർത്താവിന്റെ ശേഷദാസൻ, ദേവസ്യ ഉപദേശി, അന്ന് റോമാലേഖനം 4-ാം അധ്യായം 16 തുടങ്ങിയുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ വിശ്വാസം എന്നുള്ള വിഷയം വളരെ വ്യക്തമായി താൻ അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അന്ന് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരായ മറ്റേ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. ഈ അച്ചുകുഞ്ഞാന്റെ ജ്യേഷ്ഠന്റെ മകൻ അജി, അതുപോലെ എൻ്റെ മറ്റൊരു കൂട്ടുകാരനായ ജോസും. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം താൻ പ്രസംഗിച്ച അനന്തരം ഞങ്ങളോട് 3 പേരോടും കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ജോസും അജിയും അദ്ദേഹത്തോട് പറഞ്ഞു, ഉപദേശി ഒരല്പം കൂടി കഴിഞ്ഞോട്ടെ, ഞങ്ങൾ കർത്താവിനെ അനുഗമിക്കാം എന്ന് പറയുകയുണ്ടായി. പക്ഷെങ്കിൽ കൃപയാൽ അന്ന് പകൽക്കാലം വളരെ കണ്ണുനീരോടുകൂടി ദിവസം എഴുന്നേറ്റ് നിന്ന് എൻ്റെ കുറവുകൾ, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുകയും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥനാ വാക്കുകൾ വളരെ ഹൃദയംഗമായി ഏറ്റുപറഞ്ഞ് 1986 മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച 12:30 ഞാൻ എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി അംഗീകരിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എൻ്റെ 2 കൂട്ടുകാരും പിന്നീട് ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്നീട് ആകട്ടെ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെങ്കിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുയേശുവിലൂടെ എന്നെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവം എന്നെ അത് പറയുവാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം എനിക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എൻ്റെ കൂട്ടുകാർ, ഞാൻ ഈ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും അവരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ജോസ് ഇന്നൊരു മദ്യപാനിയായി തുടരുന്നു, അജി ഇന്നൊരു മാനസിക രോഗിയായി തുടരുകയാണ്. അവർക്ക് ഇന്നുവരെയും യേശുവിനെ അനുഗമിക്കുവാനുള്ള ഒരു അവസരം അവർക്ക് ഇന്നുവരെ പിന്നീട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നാം അത് മാറ്റിവെക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. നാളെ എന്നുള്ളത് നമ്മുടേതല്ല. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തിഗതങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ അത് വിശ്വസിക്കുകയും അവനെ കർത്താവായ ഹൃദയത്തിൽ അംഗീകരിച്ച് കർത്താവിനോട് ചേർന്ന ഒരു ജീവിതത്തിനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും എന്നെ രക്ഷിച്ച യേശു നിങ്ങളെയും രക്ഷിക്കുവാനും ആ നിലവാരത്തിൽ നിങ്ങളെയും ആക്കി തീർക്കുവാനും അവന് കഴിയും എന്നുള്ളതാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ SLC പഠനം ഞാൻ പൂർത്തിയാക്കിയിരുന്നു. +2 പഠനവും കഴിഞ്ഞ് ഞാൻ ചെങ്ങന്നൂർ ITയിൽ 1 വർഷം എൻ്റെ പഠനവും ഞാൻ പൂർത്തിയാക്കിയിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത്. അങ്ങനെ കൂട്ടായ്മയിൽ വളരെ സജീവമായി മുൻപോട്ട് പോയ സമയത്താണ് എൻ്റെ ITI പഠനം കഴിഞ്ഞ് എനിക്ക് അപ്രന്റീസായിട്ട് ജോയിൻ ചെയ്യുവാനായിട്ടുള്ളൊരു അവസരം ദൈവം എനിക്ക് നൽകി. അങ്ങനെ അങ്കമാലി ടെൽക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ 2 വർഷം പോയി അപ്രന്റീസായി ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ നൽകിയുണ്ടായി. വളരെ കൂട്ടായ്മ സന്തോഷത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് കൂട്ടായ്മയുടെ അനുഭവങ്ങളില്ലാത്ത മരുഭൂ സമാനമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനായിട്ട് ഇടയായത്. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ കൂട്ടായ്മയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ കൂട്ടായ്മയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും കൂട്ടായ്മകളൊക്കെ അലക്ഷ്യമാക്കി കളയുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ കൂട്ടായ്മ ഇല്ലാത്ത ആ വരണ്ട അനുഭവങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂട്ടായ്മയുടെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 1.5 വർഷം ഞാൻ അങ്കമാലിലായിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മയുടെ അനുഭവം എനിക്കുണ്ടായില്ല. എനിക്ക് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് കൂട്ടായ്മയുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ഞാൻ പലപ്പോഴും
എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ വീട്ടുകാരെ വിട്ട് പിരിയുന്നതിലല്ലായിരുന്നു എനിക്ക് സങ്കടം, പിന്നെയും എൻ്റെ കൂട്ടായ്മക്കാരെ വിട്ട് പിരിയുന്നതിലായിരുന്നു എനിക്ക് സങ്കടം. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ ഞാൻ പോയി എങ്ങലടിച്ചൊക്കെ കരഞ്ഞ ദിനങ്ങളെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധം ദൈവമക്കളുമായിട്ട് ദൈവം ആ കാലങ്ങളിൽ തന്നെ നൽകുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് അങ്കമാലിക്കടുത്തുള്ള ആഴകം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ച് എനിക്ക് അറിവ് ലഭിക്കാനായിട്ട് ഇടയായി. ആ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭകളിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെ കൂടി വരുന്നത്. എങ്കിലും ചെറുപ്പക്കാരാണ്. ഒരു കാലത്ത് പാപത്തിൻ്റെതായ ആ കാഠിന്യകരമായ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ചില യൗവനക്കാരെ കർത്താവ് സ്നേഹിക്കുകയും അങ്ങനെ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവരുടെ പ്രവർത്തനത്താൽ ഏകദേശം ഒരു 100-150ഓളം യൗവനക്കാരാണ്. പ്രായമുള്ളവർ ആ കൂട്ടായ്മയിൽ അങ്ങനെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. വളരെ ശക്തമായ, ഞങ്ങൾക്ക് ഇവിടെയുള്ള കൂട്ടായ്മയേക്കാൾ വളരെ ശക്തമായ ഒരു കൂട്ടായ്മയായിരുന്നു ആഴകത്ത് എനിക്ക് ലഭിക്കാനിടയായത്. അങ്ങനെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഒരു 6 മാസം ആ കൂട്ടായ്മയിൽ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തന്നെ ഞാൻ കടന്നു പോകുവാനും ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഇടയായി. അതെൻ്റെ ആത്മീയ ജീവിതത്തിന്, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ ഉത്തേജനം പകരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കി എന്നത് ഞാനിപ്പോൾ നന്ദിയോടെ ഒരു കോള് കേൾക്കുന്നതാണ്, ക്ഷമിക്കണം. നന്ദിയോടെ ഞാൻ ഈ തരണത്തില് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ അന്ന് പ്രസംഗിക്കുവാനായിട്ട് കടന്നു വന്നത് കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിന്റെ സ്ഥാപകനായിരുന്ന നമുക്ക് തോമസ് സാറ്. അദ്ദേഹമാണ് കേരളത്തിൽ നിന്നും ആദ്യ വടക്കിന്ത്യൻ മിഷണറിയായി വടക്കിന്ത്യയിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ ഭാര്യ ക്രിസ്റ്റി തോമസ് ആയിരുന്നു. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു അനുഭവം അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സഹോദരി, ഈ ദൈവദാസി ദൈവവനെ ശുശ്രൂഷിക്കുകയും കുന്നംകുളം സിസ്റ്റേഴ്സ് എന്ന് പറയും കർത്താവിന്റെ കാലങ്ങളിൽ അക്കാലങ്ങളിലൊക്കെ വളരെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന സഹോദരിമാർ, അവരിൽ ഒരാള് അത് പറയുവാനായിട്ട് നിൽക്കുവാനിടയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ യാക്കോബായ സഭകളിൽ നിന്നും CSI സഭകളിൽ നിന്നുള്ള ഉപദേശകരെ കൂടാതെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പലപ്പോഴും വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ബ്രദറുകാരായിട്ടുള്ള ഉപദേഷ്ടാക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു അടിത്തറയാണ് എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്, ബ്രദറുകാരായിട്ടുള്ള. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു പരാമർശം, അത് അന്യഭാഷയെക്കുറിച്ചുള്ള ഒരു പരാമർശമായിരുന്നു. അപ്പോൾ അന്യഭാഷ നിന്നുപോയെന്നും പൂർണ്ണമായ ദൈവവചനം വന്നപ്പോൾ അംശമായ അന്യഭാഷയൊക്കെ നിന്നുപോയി എന്ന് പറയുകയും അദ്ദേഹം അന്യഭാഷയെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ വികാരത്തള്ളലിലുള്ള ജൽപ്പനം എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബൈബിളിൽ ഇങ്ങനെ ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടു അന്യഭാഷ സമം വികാരത്തള്ളിലുള്ള ജൽപ്പനം. അപ്പോൾ ഈ ഒരു ചിന്തയിലാണ് ഞാൻ ഈ കൂട്ടായ്മയില്, ഈ ആഴത്ത് നടന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഈ ക്രിസ്റ്റി തോമസ് വളരെ ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ പ്രസംഗിക്കുവാനായിട്ട് പോയി. അന്യഭാഷകളിലാണ് സംസാരിക്കുന്നത്. ഉടനെ ഈ അടുത്ത് നിൽക്കുന്ന, തനിക്ക് ഏറ്റുപറയാൻ നിന്ന ആ സഹോദരി അതിന്റെ വ്യാഖ്യാനം ചെയ്യുക. ഇപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ അന്യം നിന്ന് പോയെന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷെങ്കിൽ വളരെ ശക്തമായ നിലയിൽ അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള പലരും ആത്മാവിൽ നിറഞ്ഞ്, യാക്കോബക്കാരാണെന്ന് ഓർക്കണം, എങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ചിന്ത അന്യഭാഷ നിന്നുപോയി. അന്യഭാഷ എന്ന് പറഞ്ഞാൽ വികാരത്തള്ളിലുള്ള ജൽപ്പനം എന്നാണല്ലോ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കൂട്ടായ്മയിൽ വരണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്, ഇവരെന്താ ഈ പറയുന്നതെന്നൊക്കെ ചിന്തിച്ച് മനസ്സിലിങ്ങനെ അവരെ കളിയാക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ ദൈവദാസിമാരെ വിളിച്ചു പറയുകയുണ്ടായി, ഇവിടെ ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ആദ്യം അതിൽ കുറ്റബോധമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയല്ലല്ലോ, അന്യഭാഷ വികാരത്തള്ളിലുള്ള ജൽപ്പനമല്ലേ എന്നുള്ള ചിന്തയിൽ ഞാനത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വളരെ വ്യക്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അരുളി ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമല്ല എന്നൊരു കുറ്റബോധം പോലെ എൻ്റെ ഉള്ളിലുണ്ടായി. ഇനി ഞാനാണോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാനാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ സാവകാശം ഇങ്ങനെ സ്തോത്രം ഇങ്ങനെ ഞാൻ തന്നെ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത്ര വളരെ വളരെ ശബ്ദം കുറച്ച് നമുക്കറിയാം ഒരു ബ്രദറുകാരൻ എങ്ങനെ ഒരു സ്തോത്രം പറയുന്നു അതുപോലെ തന്നെ ഞാനിങ്ങനെ സ്തോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കുവാൻ പറ്റാതെ എൻ്റെ നാവിലൂടെ ഞാൻ അറിയാത്ത ചില ഭാഷകൾ എൻ്റെ നാവിലൂടെ കടന്നു വരുന്നത് കാണുവാനായിട്ടിടയായി. അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ തിരിഞ്ഞ് ഈ സ്തോത്രം പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്, പക്ഷെങ്കിൽ എനിക്ക് സ്തോത്രം പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ എന്തൊക്കെയോ ഭാഷകളിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അത് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എനിക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അന്നൊരു കാര്യം ബോധ്യമായി, അന്യഭാഷ എന്നുള്ളത് കൃപാവരം നിന്നു പോയിട്ടില്ല, മാത്രമല്ല ഇത് വികാരത്തള്ളലുള്ള ജൽപ്പനവുമല്ല എന്ന് എനിക്കന്ന് ബോധ്യമായി. അന്യഭാഷ ഉണ്ട് എന്നുള്ള ആ ബോധ്യവും മാത്രമല്ല അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ള ഒരു ഭാഗ്യവും ദൈവം എനിക്ക് നൽകി. അതിലൂടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യമായി പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി ദൈവം എന്നെ മാറ്റുകയുണ്ടായി. അങ്ങനെ എൻ്റെ അപ്രന്റീസ് പീരീഡ് കഴിഞ്ഞ് ഞാൻ തിരികെ നാട്ടിലെത്തുമ്പോൾ കൂട്ടായ്മയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതിൽ ഒരു വിഭാഗം ആളുകൾ ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയാച്ചൻ ഭവനത്തിൽ 7 ദിവസം അവരിങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ 7ാം ദിവസമാണ് ഞാനിവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. അന്ന് ആ 7 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഞാൻ കടലിലൂടെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി നിറയ്ക്കുവാനായിട്ട് ഇടയായി. അതിന് നടുവിലിരുന്ന പലരും കണ്ട ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ തീക്കകത്ത് ഇരിക്കുന്ന ഒരു ദർശനമാണ് അന്ന് അവർ കാണുവാനായിട്ട് ഇടയായത്. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, 3 ദിവസം ഞാനിങ്ങനെ വായുവിൽ ഒഴുകി നടക്കുന്ന പോലുള്ളൊരു ഫീലിങ്സ് ആണ് എനിക്കുണ്ടായത്. മറ്റുള്ള ഏത് വ്യക്തിയോടും ഞാൻ സംസാരിക്കും വേണ്ട നാവിലൂടെ അന്യഭാഷകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യമായിട്ടൊരു വ്യക്തി അന്യഭാഷകളിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അത് കൂട്ടായ്മയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി. കാരണം അന്നും യാക്കോബായ CSI പശ്ചാത്തലത്തിലുള്ളവരാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഉള്ളവർ എല്ലാവരും തന്നെ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അവരിൽ 2 അമ്മച്ചിമാരുണ്ട്. അവരെന്നെ വളരെ ശക്തമായി താക്കീത് ചെയ്തു. ഇത് പെന്തിക്കോസ് അല്ല, ഇവിടെ ഇതൊന്നും പറ്റുകയില്ല, ഞങ്ങളത് സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ ശക്തമായി എന്നെ താക്കീത് ചെയ്യുകയുണ്ടായി. എനിക്ക് വളരെ ദുഃഖം തോന്നി. കാര്യം ഞാൻ ഒരിക്കലും മനഃപൂർവ്വമല്ല ഞാൻ ഇത് പറയുന്നതെന്നൊക്കെ അവരോട് പറഞ്ഞെങ്കിലും അവരതൊന്നും വകവെച്ച് തരുവാനായിട്ട് ഇടയായില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ തന്നെ ഒരു ദൈവദാസന്റെ വീട്ടിൽ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിൽ ഞാനും പോയി പങ്കെടുത്തു. 1-ാം ദിവസം ആദ്യത്തെ പാട്ട് പാടി ഞാൻ അന്യഭാഷയൊക്കെ പറയാതെ ഇരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ 2ാമത്തെ പാട്ട് വന്നപ്പോൾ എനിക്ക് അത് ഇരിക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു. ആത്മാവിൽ ഞാൻ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അന്ന് ആ കൂട്ടായ്മയിൽ 2 പേരും കൂടെ ആത്മസ്നാനം പ്രാപിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം സഹായിച്ചു. അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളായി. അന്യഭാഷയിൽ സംസാരിക്കുന്ന 3 പേരായി ഞങ്ങളുടെ കൂട്ടായ്മയിൽ. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ്. 2-ാം ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അന്നും ചിലരെയും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയുണ്ടായി. അപ്പോൾ 3-ാം ദിവസം ഞങ്ങൾ ഈ കൂട്ടായ്മ നടക്കുന്ന വീട്ടിലെ ഞങ്ങളുടെ ഉപദേശി അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ശുശ്രൂഷകൻ അദ്ദേഹം ഈ അന്യഭാഷയ്ക്കെതിരെ ബ്രദറുകാരൊക്കെ പറയുന്ന പല നോട്ടുകളും കുറിച്ചിട്ട് താൻ 3-ാം ദിവസം ഈ അന്യഭാഷയ്ക്കെതിരെ സംസാരിക്കുവാൻ താൻ എഴുന്നേറ്റ് നിന്നു. എന്നാൽ ഞാൻ പ്രിയമുള്ളവർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്ത് പ്രസംഗിക്കുവാൻ താൻ എഴുന്നേറ്റ് നിന്നു, അതിൽ ഒരു വാക്ക് പോലും അദ്ദേഹത്തെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, താൻ എന്തിനെതിരായി പ്രസംഗിക്കാൻ നിന്നോ അതിനനുകൂലമായി താൻ പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവ് തന്നെ നയിച്ച് താൻ പോയി തന്നെ കരം വെച്ച ചില ജീവിതങ്ങളിലൂടെ അത് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എന്നെ കൂട്ടായ്മ നിന്ന് മുടക്കുവാൻ ശ്രമിച്ച ആ 2 അമ്മച്ചിമാരും അന്ന് ആ കൂട്ടായ്മ വിട്ടു പോകുവാനായിട്ട് ഇടയായി. ഞങ്ങൾ പുറകരുന്നു, അങ്ങനെ പോകരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ കൈക്കൊണ്ടില്ല. അവര് അന്ന് മുതൽ ആ കൂട്ടായ്മ ഉപേക്ഷിച്ച് അവർ പോകുവാനിടയായി. ഞങ്ങൾക്ക് വലിയ ദുഃഖം തോന്നിയെങ്കിലും ആ സംഭവത്തിലൂടെ ശക്തമായ നിലയിൽ കൂട്ടായ്മ വളരുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ സമയങ്ങളിലാണ് അത് തിരുവല്ല നവജീവത്തിൽ വെച്ച് നടന്ന യൂത്ത് മിഷൻ എന്ന് പറഞ്ഞ യുവജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായി. അത് ശക്തന്മാരായ ദൈവത്തിന്റെ ഭൃത്യന്മാരായിരുന്നു അന്ന് അവിടെ ശുശ്രൂഷിക്കുവാനായിട്ട് നിയുക്തരായിട്ടുള്ളവർ. മിഷൻ സംഘടനകളുടെയൊക്കെ IAM
അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒത്തിരി ഇമ്മാനുവൽ മിഷന്, അങ്ങനെ വടക്കേണ്ടിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന വലിയ സംഘടനകളുടെ ഒത്തിരി അനുഭവമുള്ള ദൈവത്തിന്റെ ഭൃത്യന്മാരായിരുന്നു അന്ന് അവിടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച് കടന്നു വരുവാൻ ഇടയായത്. അപ്പോൾ ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം തന്നെ യൗവനക്കാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ക്രമീകരിച്ച ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ആളുകളെയാണ് അവിടെ ക്ഷണിക്കുവാനായിട്ട് ഇടയായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാനും ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ചില സഹോദരങ്ങളും ആ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കുവാനായിട്ട് ദൈവ അവസരം നൽകി. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, IMന്റെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കർത്താവിന്റെ ദാസൻ PS തോമസ്, താൻ ആ മീറ്റിങ്ങിലെ ഒരു പ്രസംഗകനായിരുന്നെങ്കിലും ആ പ്രത്യേക സെക്ഷനിൽ താൻ മറ്റ് ശ്രീലങ്കയിൽ നിന്ന് വരേണ്ടിയിരുന്ന ഒരു ദൈവദാസന് പകരമാണ് താൻ ശുശ്രൂഷിക്കുവാനായിട്ട് ആ സെക്ഷനിൽ വരുവാനിടയായി. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ് താൻ അന്ന് പ്രസംഗിച്ചത്. പൗലോസിന്റെ അവകാശവാദങ്ങളും എന്നാൽ ഞാൻ ഇതൊന്നും പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അത് കർത്താവിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കുന്ന, കർത്താവിന്റെ വേലയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പൗലോസിനെ കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ ജീവിത അനുഭവങ്ങളോട് ബന്ധത്തിൽ താൻ അവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അവസാനം സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ ആഹ്വാനം ചെയ്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, എനിക്ക് നൂറുകണക്കിന് യൗവനക്കാരെ എഴുന്നേറ്റ് കണ്ണുനീരോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുവാൻ എന്നത് കാണുവാൻ, അതിൽ ഒരാളായി മാറുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ എഴുന്നേറ്റവരെ ബഹുഭൂരിപക്ഷം ആളുകളെയും എനിക്കറിയില്ല, എങ്കിലും ചിലരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവരൊക്കെ ഇന്നും കർത്താവിന്റെ വേലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ വളരെ ചുരുക്കമാണ്. പക്ഷെ ആ കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. തുടർന്ന് അതേ ബൈബിൾ കോളേജിൽ തന്നെ ദൈവത്തിന് സ്തോത്രം, അത് 89-ൽ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാനായിട്ട് അത് ഞങ്ങളുടെ കൂട്ടായ്മ 4 പേര് അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങൾ 4 പേരും, ആ 4 പേരുടെ ലീഡറായി ഞാനും ദൈവത്തിന് സ്തോത്രം 89-ലെ ബാച്ചിൽ ജീവിതത്തിൽ പഠിക്കുവാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അന്ന് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമേറിയ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ മാതാപിതാക്കളൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ലഭിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്ന സമയങ്ങളിലാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ തീരുമാനമെടുത്ത് ഹൈസ്കൂളിൽ എനിക്ക് അഡ്മിഷനൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന്റെ ഒരു കൂട്ടുകാരൻ, വളരെ ആത്മാർത്ഥ സുഹൃത്താണ്, അദ്ദേഹം ഒരു ഷോറൂം തിരുവല്ലയിലെ തുടങ്ങുകയാണ്, ഫർണിച്ചറിന്റെ ഒരു ഷോറൂം. അപ്പോൾ അതിന്റെ മാനേജറായി അദ്ദേഹം എന്നെയാണ് കണ്ടിരുന്നത്. താൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, കൊച്ചുമോനോട് പറയണം വേറെ ഒരു ജോലിയിലും ഏർപ്പെടരുത്, ഞാൻ മാന്യമായ ശമ്പളം തരാം, തിരുവല്ലായി ഞാൻ ആരംഭിക്കുന്ന ആ ഷോറൂമിന്റെ മാനേജറായിട്ട് കൊച്ചുമോനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ പോലും എനിക്ക് അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് കൊച്ചുമോനെ ഒരു കാരണവശാലും മറ്റൊരു ജോലിയിലും പ്രവേശിക്കരുതെന്ന് പറയണം എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, എൻ്റെ പിതാവിനോട് പറഞ്ഞു, മോനെ ഇന്നയാള് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാ ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച ഒരു വ്യക്തിയാണ്, ഇനി കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെ സ്നേഹപൂർവം ആ പിതാവിന്റെ ക്ഷണം ഞാൻ നിരസിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നീട് ആ ഷോറൂം തുടങ്ങുവാൻ പോലും താൻ താല്പര്യപ്പെട്ടില്ല. കൊച്ചുവൻ അതിനകത്ത് വരുന്നില്ലെങ്കിൽ ഞാൻ അത് ആരംഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് താൻ ആ ഉദ്യമത്തിൽ നിന്ന് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ വളരെ ദാരിദ്ര്യമേറിയ അനുഭവങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കടന്നു പോകുന്നത്. അന്ന് ദൈവം എനിക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. എബ്രായലേഖനം 10-ാം അധ്യായം അതിന്റെ അവസാന വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ആര് സഹായിക്കുമെന്ന് എനിക്കറിയില്ല. അന്ന് കൂട്ടായ്മയെന്നൊക്കെ പറയുമ്പോൾ അന്ന് യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണ് കൂട്ടായ്മയിൽ. അവർക്കൊന്നും സുവിശേഷ വേലയ്ക്ക് ഇങ്ങനെ കൊടുക്കണമെന്നോ ഒന്നും ഉള്ള ഒരു പഠിപ്പിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമൊന്നും അവർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് ഒരു സഹായം ലഭിക്കില്ല. കാര്യം എൻ്റെ പിതാവിന്റെ തുച്ഛമായ അതേ വരുമാനത്തിൽ വീട് പോലും കഴിഞ്ഞു കൂടുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
മറ്റാരും എന്നെ സഹായിക്കാനായിട്ടില്ല. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ളവരല്ല, അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് സഹായം ലഭിക്കും. പക്ഷെ എന്നെ ആര് സഹായിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് എന്ന വാഗ്ദത്തം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അത് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അച്ചുകുഞ്ചായൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് തന്നതായ 200 മില്ലി വെളിച്ചെണ്ണയും, അതുപോലെ അവർ മേടിച്ചു തന്ന ഒരു ബക്കറ്റും, അതുപോലെ ഒരു 501 ബാർ സോപ്പും, കുളിക്കുന്ന 2 സോപ്പും, 2 ജോഡി ഡ്രസ്സും, അതുപോലെ അവരുടെ വീട്ടിൽ ഉഷയുടെ തയ്യൽ മെഷീൻ മേടിച്ചപ്പോൾ അവർക്ക് സൗജന്യമായി ലഭിച്ച ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മെത്ത, അതുമായിട്ട് ഞാൻ തിരുവല്ല നവജീവിതത്തിലേക്ക് പോവുകയുണ്ടായി. വിശ്വാസം മാത്രം കൈമുതൽ നമുക്കവിടെ ഭക്ഷണം കിട്ടും, നമുക്കവിടെ പാർക്കാം. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നാം തന്നെ പണം ഉണ്ടാക്കണം. പക്ഷെങ്കിൽ ആര് സഹായിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് ഈ വാഗ്ദത്തം തന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ ഒരു ഭൗതിക വിഷയങ്ങളും ഞാൻ ആരുമായും ഷെയർ ചെയ്യുകയില്ല, അങ്ങനെ വഴി നടത്തണം എന്ന് ദൈവത്തോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ നവജീവിതം ട്രെയിനിങ് സെന്ററിൽ കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച 2 സഹോദരന്മാരുണ്ട്. അവർ വളരെ എന്നെക്കാളും ദാരിദ്ര്യമേറിയ അനുഭവങ്ങളിലാണ് അവർ വന്നിരിക്കുന്നത്. ഒരാൾ അടിമാലിയിൽ നിന്നും ഒരാൾ ഇടുക്കിയിൽ നിന്നും വന്ന 2 സഹോദരന്മാരായിരുന്നു. അവർ രണ്ടുപേരും ഇന്ന് കർത്താവിന്റെ വേലയിൽ വളരെ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവരുമായിട്ട് ഇന്നും എനിക്ക് കൂട്ടായ്മ അനുഭവങ്ങളുണ്ട്. ദൈവം ഈ 2 പേരുടെ കാര്യങ്ങളിലൂടെ ദൈവം എന്നോട് പറഞ്ഞു, നീ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്ന് പറയുകയുണ്ടായി. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവരുടെ 2 പേരുടെയും കൂടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണം എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയാൽ ആ 1 വർഷത്തെ പഠനത്തിനുള്ളിൽ അവർക്ക് അവരുടെയും 2 പേരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറന്ന് ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ഒത്തിരി ജീവിതാനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും അതുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും അതൊന്നും പറയുവാൻ നമ്മളൊന്നും സമയമില്ല. ഞാൻ 2-ാം വർഷത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരിൽ ഒരാൾ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. എന്നാൽ വീണ്ടും ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന എൻ്റെ മറ്റേ സ്നേഹിതനും ഞാനും 2-ാം വർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്താണ് എനിക്ക് തുടർച്ചയായി ചുമ എന്ന രോഗം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുകയാണ്. പനിയും ചുമയും, മാറാത്ത പനിയും ചുമയും. അപ്പോൾ അങ്ങനെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയില്ല. എന്നാൽ പിന്നീട് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ജോർജ് റിയാൻ, അദ്ദേഹം എന്നെ വളരെ അധികം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് കുശുവനെ കാര്യം ചെയ്യേ, തൽക്കാലം പിന്നീട് ആളുകൾ വന്ന് പഠിക്കാമല്ലോ, അതുകൊണ്ട് പോയി എന്താണ് ഇങ്ങനെ ചുമ മാറാത്തത് എന്നൊന്ന് പോയി ചെക്ക് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം എന്നെ സ്നേഹത്തോടെ യാത്ര അയക്കുകയാണ്. ആ സമയത്ത് ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന എൻ്റെ സഹപാഠി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്നോട് പറഞ്ഞു, കുശുവാനെ, ഇനി എൻ്റെ കാര്യം ആര് നടത്തും എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, സഹോദര, നീ ഭാരപ്പെടേണ്ട, നിന്നെ വിളിച്ച ദൈവമാണ്. ഞാനില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി നിന്നെ സഹായിക്കുന്നതിനേക്കാൾ ഉപരി നിന്നെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് ദൈവത്തെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെങ്കിൽ ആ വർഷം വന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ തോമസ് എന്ന് പറയും, അദ്ദേഹം പിന്നീട് ഈ സഹോദരന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതായി എനിക്ക് പിന്നീട് അറിയുവാനായിട്ട് സാധിച്ചു. അങ്ങനെ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഈ രോഗിയായി കടന്നു ചെന്നു. ഫർദർ ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്ന TB എന്ന് പറയുന്ന രോഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. TBക്ക് അത് ദീർഘകാലത്തെ ഒരു 18 മാസത്തെ തുടർച്ചയായുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അങ്ങനെ ഞാൻ ആ ട്രീറ്റ്മെന്റിൽ വിധേയനായി എൻ്റെ പഠനം ഞാൻ തൽക്കാലം ഉപേക്ഷിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകുന്ന വേളയിലാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ഒരു പെന്തിക്കോസ് പാസ്റ്റർ വന്ന് പ്രസംഗിക്കുകയാണ്. പാസ്റ്റർ, പരുത്തുംപാറയിലുള്ള നെയ്യൽ ദൈവസഭയുടെ സ്ഥാപകനായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ഇന്ന് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യൻ, ദൈവത്താൽ വളരെ ആ കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു സാധു മനുഷ്യൻ. അദ്ദേഹമാണ് ആദ്യമായി ഒരു പെന്തിക്കോസ് പാസ്റ്ററായി ഞങ്ങളുടെ സഭയിൽ വന്ന് ശുശ്രൂഷിക്കുന്നത്. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹം വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം ഘോഷിക്കുകയുണ്ടായി. അന്നാണ് ഈ രോഗശാന്തി എന്നുള്ള ആ വിഷയം, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹമൊക്കെ രോഗശാന്തിയിൽ ഉറച്ചു നിൽക്കുന്ന ദൈവദാസന്മാർ ഒരാളായ ആ കാലങ്ങളിൽ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ഈ ദീർഘമായ ഈ ട്രീറ്റ്മെന്റിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവിതത്തെ
ഞാൻ കർത്താവിന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ പരമ വൈദ്യനും കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പാപത്തെ മാത്രമല്ല അങ്ങ് മോചിച്ചത്, സാക്ഷാൽ എന്റെ രോഗങ്ങളെ വഹിച്ച ദൈവം കൂടെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കയ്യിൽ ഒരു 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് എൻ്റെ കയ്യിൽ അപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ ഇനി മരുന്ന് കഴിക്കുകയില്ല. കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കണം എന്ന് ആ കൂട്ടായ്മയുടെ നടുവിൽ ഒരു കർത്താവിനോട് പറയുകയും ആ ദൈവദാസനെ കൊണ്ട് ഞാൻ എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മനസ്സിലായി ദൈവം എന്നെ സ്പർശിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരികെ വീട്ടിൽ വന്ന് ഈ 2 ആഴ്ചത്തെ ഗുളിക എൻ്റെ കയ്യിലുണ്ട്. ആ ഗുളികയെടുത്ത് ഞാൻ വലിച്ചെറിയുവാനായിട്ടിടയായി. എൻ്റെ വീട്ടിൽ അല്പം പ്രതികൂലങ്ങൾ ഉണ്ടായി എങ്കിലും ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിശ്വാസം കണ്ടപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പിന്നീട് ഒന്നും പറയുവാനിടയായില്ല. ഞാൻ പറയട്ടെ, 1990 ഞാൻ രോഗശാന്തി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, കൃപയാൽ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയോ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ഈ 34 വർഷങ്ങൾ അങ്ങനെ തന്നെ ദൈവം എന്നെ നടത്തുവാനായിട്ടിടയായി. അതിനുള്ളിൽ മരണകരമായ ഒത്തിരി 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 രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു. ടൈഫോയിഡ് വന്നു നടക്കേണ്ടിയിൽ. ആദ്യമായിട്ട് ഞാനൊരു ശുശ്രൂഷയ്ക്കായി കടന്നുപോയി മടങ്ങി വരുന്ന വേളയിലാണ് ടൈഫോയിഡ് എന്ന മാരക രോഗം എന്നെ ബാധിക്കുവാനിടയായത്. ടൈഫോയിഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് അറിയാവുന്ന ആളുകൾ ടൈഫോയിഡ് ആണെന്ന് പറയുകയും എന്നെ മരുന്നെടുക്കുവാൻ ഒത്തിരി നിർബന്ധിക്കുകയൊക്കെ ചെയ്തു. 1.5 മാസം ഞാൻ എൻ്റെ കിടക്കയിലായിരുന്നു. എനിക്ക് വേണ്ടി ധാരാളം ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് സൗഖ്യമായില്ല. ഞാൻ തന്നെ എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ആഹാരം കാണുന്ന വെറുപ്പായിരുന്നു, ആഹാരം എന്ന് കേൾക്കുന്ന വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രഭാതത്തില് ഞാനിങ്ങനെ എല്ലും തോലുമായി. എൻ്റെ മാതാവ് എന്നെ കണ്ടിട്ട് മാറിപ്പോയി കരയുമായിരുന്നു. എൻ്റെ ഭാര്യ എന്നെ കണ്ടിട്ട് മാറിപ്പോയി കരയുമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം, അത് 30-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുകയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. സിക്ലാഗിൽ വെച്ച് ദാവീദിന് സകലതും നഷ്ടപ്പെട്ടു പോകുവാനിടയായി. എന്നാൽ അത് തൻ്റെ കൂടെ ഉള്ളവർ പോലും തന്നെ കല്ലെറിയണം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ഭാഗം ഞാൻ ആ ദിവസങ്ങളൊന്നും വായിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് ആ ഭാഗം കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. അത് ദാവീദിന് ഇരട്ടിയായി മടക്കി കൊടുത്തതുപോലെ നിനക്ക് നഷ്ടമായ സകല ശാരീരിക അവസ്ഥയെ ഞാൻ ഇരട്ടിയായി ആരോഗ്യമായി ഞാൻ തിരിച്ചു തരാൻ പോവുകയാണെന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ള ആ നിമിഷം ഞാൻ സൗഖ്യമായി. ഞാൻ ചാടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ അങ്ങനെ ചാടി എഴുന്നേറ്റ് എൻ്റെ തലകറങ്ങുമായിരുന്നു. എനിക്ക് നിൽക്കുവാനുള്ള ശക്തിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ മുറിയിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാൻ തലകറങ്ങുന്നില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മേ കഞ്ഞി കൊണ്ടായി കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ എനിക്ക് രോഗം കൂടിയിട്ട് ഈ രോഗം എൻ്റെ തലച്ചോറിനെ ബാധിച്ചിട്ട് ഞാൻ എന്തോ പിച്ചും പേയും പറയുകയാണ് എന്നാണ് എൻ്റെ അമ്മ ചിന്തിച്ചത്. കാരണം രാവിലെ നല്ല പഴുത്ത ഏത്തക്ക പുഴുങ്ങി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എന്നെ വളരെ നിർബന്ധിച്ച 2 സ്പൂൺ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കഞ്ഞി തരാൻ പറഞ്ഞപ്പോൾ, അതും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആഹാരം ഈ കഞ്ഞി എന്ന് പറയുന്നത്, അമ്മ ഇങ്ങനെ അത്ഭുതത്തോടെ എന്നെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, അമ്മേ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കി എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, 1 പ്ലേറ്റ് കഞ്ഞി മുഴുവനും അവിടെ ഇരുന്ന് കുടിക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയുണ്ട്, ഞാൻ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. പല ആവർത്തി അത് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ അനുഭവിക്കുവാൻ, എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിലൊക്കെ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. കൃപയാൽ ഞാൻ പറയട്ടെ, എൻ്റെ വിശ്വാസത്തിന്റെ ആ വലിയ കൂടുതൽ കൊണ്ടൊന്നുമല്ല, ദൈവം കൃപയാൽ ഇന്നും അങ്ങനെ തന്നെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പല രോഗങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, എനിക്കൊന്നറിയാം, എനിക്ക് ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷ തീരും വരെയും ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ശുശ്രൂഷ തീരുമ്പോൾ എന്നെ കൊണ്ടുപോകാനുള്ളൊരു വാഹനമായി ഒരുപക്ഷെ ഒരു രോഗമാകാൻ വരുന്നത്, അത് എൻ്റെ കർത്താവ് അനുവദിച്ചു വരുന്ന രോഗമായിരിക്കും. എനിക്ക് പ്രമോഷൻ തരുവാൻ, എൻ്റെ കൂടാരമായ ഈ ഭവനത്തിൽ നിന്നും കൈപ്പണിയല്ലാത്ത ആ നിത്യഭവനത്തിലേക്ക് എനിക്ക് പ്രമോഷൻ തരുവാനായി ദൈവം തരുന്നൊരു വാഹനം മാത്രമായിരിക്കും അത്. ദൈവത്തിന് സ്തോത്രം എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ബോധ്യത്തിലാണ് ദൈവം ഓരോ ദിവസവും എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, 1993
ദൈവത്തിന് സ്തോത്രം. ഒരു കർത്താവ് ഒരു പാസ്റ്ററായിട്ട് എനിക്ക് ഓർഡിനേഷൻ ലഭിക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KCOന്റെ കെയർ ഓഫിൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ KB കുര്യൻ, അദ്ദേഹം ഇന്ന് ദൈവസേനയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ അമേനൂരുള്ള ചാണ്ടി ജോൺ എന്ന് പറഞ്ഞ് കർത്താവിന്റെ ശ്രേഷ്ഠദാസനുമാണ് എന്നെ ഒരു സഭാ ശുശ്രൂഷകനായി പരുത്തുംപാറയിലുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിറഞ്ഞ സദസ്സിൽ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമ്പൂർണമായി അത് നിയുക്തനായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ പറയട്ടെ, 2010 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഇനി നീ പൂർണ്ണ വിശ്വാസത്തിൽ നീ മുൻപോട്ട് പോകണം. സഭയിൽ നിന്നുള്ള ഓണറേറിയം പോലും നീ മേടിക്കേണ്ട കാര്യമില്ല. കാര്യം നിന്നെ നടത്തുവാൻ എനിക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആ നിലകളിൽ കൃത്യമായി ഇടപെടുകയുണ്ടായി. ഞാൻ സഭയിലെ ചില മൂപ്പന്മാരോട്, അന്ന് എനിക്കൊരു 9,000 രൂപയൊക്കെ എനിക്ക് വരുമാനമുള്ള ഒരു അവസരത്തിലാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്ന ഒരു അവസരത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിലകളിൽ എന്നോട് ഇടപെടുവാനിടയായത്. ഞാൻ എൻ്റെ സഭയിലെ ചില മൂപ്പന്മാരോട് ഈ കാര്യം പറഞ്ഞു. എനിക്ക് സഭയിൽ നിന്നുള്ള ഓണറേറിയം എനിക്ക് വേണ്ട, ദൈവത്തിന്റെ ആത്മാവ് നിലകളിൽ എന്നോട് ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളത് സമ്മതിക്കുകയില്ല, പാസ്റ്റർ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും പാസ്റ്ററുടെ വീട്ടിൽ പട്ടിണി കിടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവത്തിന്റെ ആത്മാവാണ് എന്നോടത് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഭയപ്പെടേണ്ട. ഇന്നുവരെയും എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായ ദൈവം ആണ് എന്ന് പറയുവാനിടയായി. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ 1000 രൂപയുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ 1000 രൂപ തീർന്നു. ആരെന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പ്രസംഗകനോ അങ്ങനെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ നിലവാരത്തിലൊക്കെ മറ്റ് വരുമാനങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സഭാ ശുശ്രൂഷകനായി 12 സെന്റ് സ്ഥലം, ഒരു ചെറിയ വീടും ദൈവം എൻ്റെ പ്രതിസ്വത്തായിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ സ്വന്തം ഒരു വീടുണ്ട്, ആരും ഇറക്കി വിടുകയില്ല എന്നൊഴിച്ചാൽ എൻ്റെ ജീവിതത്തെ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുവാനിടയായത്. പ്രിയമുള്ള, ഒരു 1000 രൂപ തീർന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത് ഇനി ദൈവഹിതമല്ലായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിരാശയോടെ ഞാൻ എൻ്റെ വീട്ടിൽ തനിച്ചിരിക്കുന്ന വേളയിൽ എൻ്റെ കൂടെ പഠിച്ച സൈമൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസന്റെ വൈഫ്, അദ്ദേഹം ഒരിക്കൽ അവരുടെ വീട് ഞാനിങ്ങനെ സന്ദർശിക്കുമ്പോൾ ആ സഹോദരി താൻ ഉണ്ടാക്കിയ ഒരു പൗച്ച് ഇങ്ങനെ എനിക്ക് നൽകിയുണ്ടായി. ഈ ചെറിയ ലെറ്ററൊക്കെ തൂക്കിയിടാൻ, കാസറ്റൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ചെറിയ പൗച്ച് താൻ എനിക്ക് തരികയുണ്ടായി. അതിൽ ആ പൗച്ചില് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് വർഷങ്ങളായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഞാനിരിക്കുന്ന ആ ചെറിയ ഹോളിന്റെ ആ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, വർഷങ്ങളോളമായിട്ട് തൂങ്ങിക്കിടക്കുക. പക്ഷെങ്കിൽ ഞാനിങ്ങനെ നിരാശപ്പെട്ട് ദൈവത്തിന്റെ സ്തോത്രം ഇരിക്കുന്ന വേളയിൽ പെട്ടെന്ന് ഈ പൗച്ചിലേക്ക് എൻ്റെ കണ്ണെത്തുവാനിടയായി. ഞാൻ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ ആത്മാവ് ആ വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നിട്ട് പറഞ്ഞു. 40 ലക്ഷം ജനത്തെ മരുഭൂമിയിൽ ഹല്ലേലൂയ വഴി നടത്തി എനിക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും നടത്തുവാൻ എനിക്ക് സാധിക്കാതെ വരുമോ? ഞാൻ അശക്തനാണോ? നീ അവിശ്വസിക്കരുത് എന്നോട് പറയുകയുണ്ടായി. മരുഭൂമിയിൽ തൻ ജനത്തെ ദിനവും നടത്തിയവൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായി മുമ്പോട്ട് പോ എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, ആ ഇരിപ്പിൽ ദൈവം എൻ്റെ നാവിൽ ഒരു ഗാനം നൽകുകയുണ്ടായി. അതിന്റെ ട്യൂൺ ഉൾപ്പെടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. ഭയപ്പെടേണ്ട, യേശു കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഇനിയും വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, കൈവിടുകയില്ല എന്ന് പറഞ്ഞ് ഒരു 4 സ്റ്റാൻസായുള്ള ഒരു ഗാനം ആ നിമിഷം തന്നെ കർത്താവിന്റെ നാവിൽ നൽകിയുണ്ടായി. ഞാൻ പലപ്പോഴും ഒരു പാട്ടൊക്കെ എഴുതാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു വരി പോലും പലപ്പോഴും എനിക്ക് എഴുതുവാനായിട്ട് സാധിക്കാത്ത അവസരങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ദൈവം ആ ദിനങ്ങളിൽ തന്നെ ചില ഗാനങ്ങൾ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ എഴുതുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എൻ്റെ വിഷയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും കർത്താവിന്റെ വേലയിലായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം, ഞങ്ങളുടെ താല്പര്യം. അതുകൊണ്ട് അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയാൽ നിശ്ചയമായും അവിടുത്തെ വേലയിൽ ഞങ്ങൾ അവരെ വിട്ടുകൊടുക്കും, അവിടുത്തെ വേലയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് ഞങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുത്തിരുന്നു. കാര്യം, ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വേല കർത്താവിന്റെ വേലയാണെന്നുള്ളൊരു ബോധ്യം ആ നവജീവിതത്തിലെ പഠനത്തിൽ വെച്ച് തന്നെ
ദൈവം എനിക്ക് നൽകിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന അതേ പദവിയേക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, എന്നുള്ള ഒരു ബോധ്യം ദൈവം എനിക്ക് നൽകിയത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ആകണമെന്നുള്ളൊരു താല്പര്യം ദൈവം എനിക്ക് നൽകിയുണ്ടായി. അങ്ങനെ എൻ്റെ മൂത്ത പൈതൽ പ്ലസൻ, അവൻ ICPF-ന്റെ ഒരു ക്യാമ്പിൽ വെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അത് ഈ ക്യാമ്പിൽ അവൻ പങ്കെടുക്കുന്നത്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം കൃപ നൽകി. പ്രീ ഡിഗ്രി പഠനത്തിന് അനന്തരം ഡെറാഡൂണിലുള്ള അത് NDC എന്ന് പറഞ്ഞ ബൈബിൾ കോളേജിൽ 5 വർഷം പോയി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവന് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്നവൻ വിക്ലിഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടനയുള്ള ബന്ധത്തിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി അവൻ്റെ വിവാഹം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഒരു നല്ല ദൈവമെല്ലാം തന്നെ ഞങ്ങൾക്ക് അവന് തുണയായി ദൈവം നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതകരമായി അങ്ങനെ ആ നിലവാരത്തിൽ അവന് NDC-യിൽ പഠിക്കുന്ന ആ വേളയിലൊക്കെ വലിയൊരു ബൈബിൾ കോളേജാണ്. അതുകൊണ്ട് ധാരാളം പൈസ അതിന്റെ പിന്നിൽ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് പറയാനാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെങ്കിൽ സമയപരിധിക്കുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അവന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം അത്ഭുതകരമായി, അതിശയകരമായി ദൈവം അവനെ നടത്തുവാനിടയായി. ഒരു 3-3.5 ലക്ഷം രൂപ അവന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കായി ആ പണമെല്ലാം ദൈവം തക്ക സമയത്ത് ദൈവം നൽകി. ദൈവം അത്ഭുതകരമായി വഴി നടത്തുവാനിടയായി. രണ്ടാമൻ അവന് ഗ്രേസൻ, അവന് ഒരു സൺഡേ സ്കൂൾ ക്യാമ്പിൽ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസാനന്തരം ഹല്ലേലൂയ പുതുപ്പള്ളി തിയോളജിക്കൽ സെമിനാരിയിൽ പോയി 4 വർഷം PTH പൂർത്തീകരിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ഭാഗ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവൻ PTH പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും ആഞ്ഞടിച്ചത്. അപ്പോൾ ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം അവൻ 1 വർഷം മാത്രമേ കോളേജിൽ പോയി പഠിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വർഷങ്ങളൊക്കെ ഓൺലൈനായിട്ടാണ് എൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ കൂടെ പഠിച്ച മറ്റ് 2 സഹോദരങ്ങളുണ്ട്. അവര് 3 പേരും കൂടെ കൂടി PTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് BSW ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്കർ എന്നുള്ള ആ ഡിഗ്രിയും, അതും ഓൺലൈൻ ക്ലാസ്സുകളാണ്, അവർക്ക് അതിലും പാസ്സാകുവാനായിട്ട് സർവശക്തൻ ഭാഗ്യം നൽകി. ഇപ്പോൾ MDവിന് താൻ ഓൺലൈനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അത് MSWവിന് കോട്ടയത്ത് ഇരുദീപം എന്ന കോളേജിൽ താൻ ഡെയിലി പോയി പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 ഡിഗ്രികളാണ്, 2 മാസ്റ്റേഴ്സ് ഡിഗ്രികളാണ് ഇപ്പോൾ മോനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ നാളിതുവരെയും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഭൗതിക ആവശ്യങ്ങളുടെ മുമ്പിലും ആരുടെയും മുമ്പിൽ പോയി 1 രൂപ പോലും കടം ചോദിക്കുവാനും ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ പോയി തലചൊറിഞ്ഞ് നിൽക്കുവാനോ ദൈവം ഇടയാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവവചനത്തിന് മുമ്പിൽ പറയട്ടെ, ദൈവം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനായി. 2 കുഞ്ഞുങ്ങളുടെയും അതേ പഠനത്തോടുള്ള ബന്ധത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ അവൻ മതിയായവനായി ഈ നാൾ വരെയും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിന് എനിക്ക് അവസരം കിട്ടിയത് കൊണ്ട് ഒരു ദൈവദാസനാണല്ലോ, എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്തയിലല്ല. ഞാൻ കർത്താവിനെ അനുഭവിക്കുന്ന, ദൈനംദിനം അനുഭവിക്കുന്ന, ഓരോ ദിവസവും അനുഭവിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, യേശു നമ്മളെ സകല വിഷയത്തിനും മതിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ അത് റഷ്യയിൽ, അവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലങ്ങളിൽ അവിടെയുള്ളൊരു ക്രൈസ്തവ കോൺഫറൻസിന് താനെ അത് കണ്ടക്ട് ചെയ്യുവാനായിട്ട് താൻ പോയി. അവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, നിരീശ്വരവാദികളായിട്ടുള്ള അത് പത്രപ്രവർത്തകർ തൻ്റെ ചുറ്റും തന്നെ വളഞ്ഞിട്ട് ചോദിച്ചു, നീ ആരെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ് വന്നിരിക്കുന്നത്. ഉടനെ അവർ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച യേശുവിനെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം? ദൈവത്തിന് സ്തോത്രം എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവത്തിന് പുഞ്ചിരിയോടുകൂടി താൻ ഇങ്ങനെയാണ് അതിന് മറുപടി പറഞ്ഞത്, എന്റെ യേശു മരിച്ചു സത്യം, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ഈ പ്രഭാതത്തിലും ഞാൻ അവനുമായി സംസാരിച്ചു, ഈ പ്രഭാതത്തിലും ഞാൻ അവനുമായി സംസാരിച്ചു. ഹല്ലേലൂയ. എന്റെ യേശു മരിച്ചവനായിരുന്നു, പക്ഷെങ്കിൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നു. ഈ പ്രഭാതത്തിലും
ഞാൻ അവനുമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എനിക്കും അത് തന്നെ പറയാൻ പറ്റും. ഓരോ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു നമുക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ ഭക്തമതികൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനാണ്. അവൻ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യദായകനാണ്. നമ്മുടെ സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായ ദൈവമാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി അവൻ കടന്നുപോയിരിക്കുന്നവനാണ്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കർത്താവിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. നിശ്ചയമായും കർത്താവ് വരും കേട്ടോ. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, യേശുവിനും അതേ മനുഷ്യാവതാരത്തിന് മുൻപ് നൂറുകണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചക വര്യന്മാർ, അവർ പ്രവചിച്ചതെല്ലാം യേശുവിന്റെ ഈ ജനനത്തോടുകൂടെ, തന്റെ ശുശ്രൂഷയോടുകൂടെ, മരണത്തോടുകൂടെ അതെല്ലാം നിറവേറിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രവചനങ്ങൾ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അത്തി തളർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവിനെന്ന് യേശു പറഞ്ഞു. 1948 അത്തിയാകുന്ന ഇസ്രായേൽ തളർക്കുവാനിടയായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തിയായവൻ മാറിയിരിക്കുന്നു. ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും അവനെ തടുത്തു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ, അവനെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത നിലയിൽ അത്തി അത്രമാത്രം അത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞു, അത്തി തളർക്കുമ്പോൾ വേനലടുക്കും. ലോകം ഒരു എതിർ ക്രിസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ലോകരാജാവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് കർത്താവാകുന്ന യേശുക്രിസ്തുവാകുന്ന രാജാവിന് വേണ്ടി, യേശുക്രിസ്തുവാകുന്ന ആത്മമണവാളിന് വേണ്ടി തന്റെ സഭയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാണ്? ലോകം എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, രണ്ട് ക്രിസ്തുക്കൾക്ക് വേണ്ടിയാണ് ലോകം ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യർ ഒരുങ്ങിക്കൊണ്ട്, ഒന്ന് സാക്ഷാൽ ആത്മമണവാളനായ ക്രിസ്തുവിന് വേണ്ടി തന്റെ സഭ ഒരുങ്ങുന്നു, തന്റെ സഭയാ മണവാട്ടി. മറ്റൊന്ന് ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ ജീവിക്കുന്നവരെ ചേർക്കാൻ വരുന്ന എതിർ ക്രിസ്തുവാകുന്ന ആ മണവാളിന് വേണ്ടി ലോകവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? ഇന്ന് രാത്രിയിൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആ എതിർ ക്രിസ്തുവിന്റെ ആ കൂട്ടത്തിലുള്ളവരെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയ ശിവദാസിയോട്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളോടുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും എങ്കിലും എന്നെ ഓർക്കണമേ. എൻ്റെ പേര് കൊച്ചുമോൻ, എൻ്റെ ഭാര്യയുടെ പേര് മിനി, എൻ്റെ മൂത്ത മോൻ ബ്ലസ്സൻ, അവൻ്റെ ഭാര്യ അക്സ, ഇളയ മോൻ ഗ്രേസൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എന്ന സ്ഥലത്ത് ദൈവസഭയുടെ കൊല്ലാട് ഞാനിപ്പോൾ സഭാ ശുശ്രൂഷകനായി ഞാൻ പ്രവർത്തിക്കുന്നു. പൊതുസഭയുടെ ചുമതലയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് ഇത്രത്തോളം നടത്തി പരിപാലിച്ച സംഭവ ബഹുലമായ അനുഭവ സാക്ഷ്യം. എനിക്കറിയാം, ഒരു ശുശ്രൂഷ വേളയിലേക്ക് ഇറങ്ങിയതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എങ്കിലും തന്റെ സംഭവ ബഹുലമായ അനുഭവ സാക്ഷ്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്റെ പ്രേക്ഷകരോട് ഇന്ന് സാക്ഷിക്കുവാൻ ദൈവം കർത്തദാസിനെ കരങ്ങളിൽ വഹിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത നിമിഷത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പ്രത്യേകിച്ച് തന്റെ രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ, താനെ പോളിയോ ബാധിച്ചു കിടന്ന അനുഭവത്തിൽ കർത്താവ് വിടുവിച്ചു. എന്നാൽ പിന്നീടുള്ള തന്റെ നീണ്ട 33 വർഷക്കാലമായി രോഗശാന്തി മരുന്നെടുക്കാതെ നിൽക്കുന്ന ആ വിശ്വാസത്തിന്റെ അനുഭവം, വിശ്വാസവീരനായ അബ്രഹാമിനെ പോലെ ഈ ദിവസങ്ങൾ അനേകരുടെ മുൻപിൽ വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്തദാസിനെ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിന്റെ ദാസനെ തുടർന്നും ശുശ്രൂഷകളിലും തന്റെ കുടുംബത്തിലും തന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിലും ഒക്കെയും ദൈവം മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഒരു നിമിഷം കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ നടുവിൽ കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ ദൈവമക്കളും അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കിടുമ്പോൾ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ, അവർ മാത്രമല്ല ആ ദൈവത്തെ അവർ ഉയർത്തി കാണിക്കുമ്പോൾ, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വിധങ്ങളെ വർണ്ണിക്കുമ്പോൾ, അവരെ പിന്നെയും ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെയും ഉത്തരവാദിത്തം കൂടിയാകയാൽ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന ഒരു കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദാസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇത്രത്തോളം നടത്തി പരിപാലിച്ചല്ലോ, ആവശ്യഭാരങ്ങളിൽ കൂടെ ഇരുന്നല്ലോ കർത്താവെ. വിശ്വാസത്താൽ അബ്രഹാം ചുവടുകൾ വെച്ചതുപോലെ കർത്താവെ പിന്നെയും പിന്നോട്ട് പോകാതെ യേശു കർത്താവിന്റെ പാതെ ആമേൻ കാൽ ചുവടുകളെ പിൻപറ്റുവാൻ അങ്ങയുടെ അഭിഷിക്തനെ സഹായിക്കണം. കൂട്ടുദാസിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് ഇരുവർക്കുമായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവിന്റെ കരങ്ങൾ അവരെയും അവരുടെ ഭാവിയെയും സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കും പോലെ ഈ കുടുംബത്തെ കർത്താവെ ഇന്ന് ഈ സമയകാലം ഞങ്ങൾ ഒത്തുചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവരുടെ ഓരോ നിമിഷങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ കൊടുത്ത കൃപകൾ പിന്നെയും വർദ്ധിച്ചു വരുവാൻ സഹായിച്ചാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. ഈ രാത്രി വേളയിൽ ഞങ്ങളോട് സാക്ഷിച്ച ഓരോ സാക്ഷ്യവാചകങ്ങളും ഇത് കേൾക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും കർത്താവിലേക്ക് അടുപ്പിക്കുന്നതും ഒരു സുവിശേഷ വേലയ്ക്ക് കർത്താവെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും കാരണമാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. വിശ്വാസ കണ്ണാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഏൽപ്പിക്കുകയാണ്. ഈ രാത്രി വേളയെങ്കിൽ അഭിഷിക്തനെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.